നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണം. ഉയർന്ന കുടുംബത്തിൽപ്പെട്ട സാമ്പത്തികമായി ഉന്നത നിലയിലുള്ള മിടുമിടുക്കിയായ ഒരു പെൺകുട്ടി. എന്തുകൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യം ആദ്യം മുതൽ ശക്തമായിരുന്നു. വെറുമൊരു പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ ഒരു IB ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുക. അതുകൊണ്ട് തന്നെ കേരളം ഏറെ നടുക്കത്തോടെയാണ് ഈ വാർത്ത കേട്ടത്. മേഘയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അതുതന്നെയാണ് കേരളം ഇത്രയധികം ശ്രദ്ധയോടെ തിരഞ്ഞതും. ഇപ്പോഴിതാ മേഘയുടെ ആൺസുഹൃത്ത് സുഗാന്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് മേഘയുടെ പിതാവ് ഉയർത്തുന്നത്. സാമ്പത്തികമായി തൻ്റെ മകളെ ചൂഷണം ചെയ്തത് മാത്രമല്ല, ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്ന് പിതാവ് തുറന്നു പറയുന്നു. ഇതു സംബന്ധിച്ച തെളിവുകൾ കുടുംബം പോലീസിന് കൈമാറി. മലപ്പുറം സ്വദേശിയായ സുഗാന്ത് യുവതിയുടെ പക്കൽ നിന്ന് തട്ടിയെടുത്തത് ഏകദേശം 3.5 ലക്ഷത്തോളം രൂപ. ഒരു വർഷമായി മേഘ IBയിൽ ജോലി ചെയ്യുന്നു. മേഘ ലൈംഗിക അതിക്രമം നേരിട്ടതിൻ്റെ അടക്കം തെളിവുകൾ തങ്ങൾ പോലീസിന് കൈമാറിയെന്നാണ് മേഘയുടെ പിതാവ് പറയുന്നത്. എന്നാൽ സുഗാന്തിനെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല എന്ന് മേഘയുടെ പിതാവ് ആരോപണമുന്നയിച്ചു. ഒളിവിൽ കഴിയുന്ന സുഗാന്തിനെ പിടികൂടാൻ പോലീസ് സംഘം കൊച്ചിയിലും മലപ്പുറത്തുമൊക്കെ തിരച്ചിൽ നടത്തി. തുടർന്ന് പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. മാർച്ച് 24 രാവിലെ 10 മണിക്കായിരുന്നു ദാരുണമായ സംഭവം. തിരുവനന്തപുരം പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിലാണ് മൃതദേഹം കണ്ടത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ യുവതി രാവിലെ യൂണിഫോമിൽ നേരെ ട്രെയിനിന് മുന്നിൽ ചാടുന്നത് കണ്ടുവെന്നാണ് ലോക്കോ പൈലറ്റ് പറയുന്നത്. മൊബൈൽ ഫോണിൽ സംസാരിച്ചു വരികയായിരുന്നു യുവതി. പിന്നീട് മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെയാണ് പാളത്തിൽ തലവെച്ചത് എന്നും ലോക്കോ പൈലറ്റ് പറഞ്ഞു. കൊച്ചി വിമാനത്താവളത്തിൽ IB ഉദ്യോഗസ്ഥനാണ് മലപ്പുറം സ്വദേശിയായ സുഗാന്ത്. ജോധ്പൂരിൽ വെച്ച് നടന്ന IB പരിശീലന കാലത്താണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായത്. പിന്നീട് പലവട്ടം ഇയാൾ IB ഉദ്യോഗസ്ഥയായ മേഘയിൽ നിന്ന് പണം വാങ്ങി. ആദ്യം സൗഹൃദം, പിന്നീട് പ്രണയം. മേഘയ്ക്ക് ലഭിച്ചിരുന്ന പണം പൂർണ്ണമായും സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നുവെന്നാണ് ഇപ്പോൾ തെളിവുകൾ പറയുന്നത്. സുഗാന്തുമായുള്ള അടുപ്പത്തെക്കുറിച്ച് മേഘ പിതാവിനോടും തൻ്റെ കുടുംബത്തിലുള്ളവരോടുമൊക്കെ പറഞ്ഞു. താൻ വിവാഹം കഴിക്കാനിരിക്കുന്നയാളാണ് എന്ന നിലയ്ക്കായിരുന്നു സുഗാന്തിനെ വീട്ടുകാർക്ക് പരിചയപ്പെടുത്താൻ മേഘ ശ്രമിച്ചത്. എന്നാൽ ഒരിക്കൽ പോലും സുഗാന്ത് മേഘയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചില്ല. വിവാഹ കാര്യത്തിൽ നിന്ന് പിന്നീട് സുഗാന്ത് പിന്നോക്കം പോയി. സുഗാന്തിന് മറ്റൊരു പെൺകുട്ടിയുമായും അടുപ്പമുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ലക്ഷ്യമിട്ടപ്പോൾ മേഘ തകർന്നു. മേഘ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കാനുള്ള സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ തിരയുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. മറ്റൊരു IB ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇവിടെ പ്രതിപ്പട്ടികയിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നതും. പ്രണയബന്ധം തകർന്നതിൻ്റെ നിരാശയാണ് മേഘയ്ക്കുണ്ടായതെന്നും അതിനെ തുടർന്നാണ് ആത്മഹത്യയെന്നും പോലീസ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊരു പ്രണയബന്ധത്തിൻ്റെ തകർച്ച മാത്രമല്ല, മേഘയെ അക്ഷരാർത്ഥത്തിൽ സുഗാന്ത് ചതിക്കുകയായിരുന്നുവെന്നാണ് മേഘയുടെ പിതാവ് പറയുന്നത്. ഒരു വശത്ത് കടുത്ത സാമ്പത്തിക ചൂഷണം, മറുവശത്ത് ലൈംഗിക അതിക്രമം. മേഘയുടെ അവസാന നിമിഷങ്ങളിൽ അവൾക്ക് സംഭവിച്ചതെന്ത്? അന്വേഷണ സംഘത്തിൻ്റെ തുടക്കത്തിലെ അന്വേഷണം ആ വഴിക്കായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിൽ സെക്യൂരിറ്റി അസിസ്റ്റൻ്റാണ് മേഘ. മരണത്തിന് തലേ ദിവസം, അതായത് മാർച്ച് 23 രാത്രി അവൾ പതിവ് പോലെ ജോലിക്കെത്തി. എന്നാൽ ആകെ തകർന്ന മാനസിക നിലയിലായിരുന്നു മേഘയെന്ന് സഹപ്രവർത്തകർ പോലീസിനോട് പറഞ്ഞു. രാജ്യാന്തര ടെർമിനലിലെ ഡിപ്പാർച്ചർ ഗേറ്റിലാണ് അവളന്ന് ജോലി നോക്കിയത്. വൈകിട്ട് 6 മണിക്ക് തന്നെ ഡ്യൂട്ടിക്കെത്തി. 9 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് മേഘ ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരയുന്നത് കണ്ടുവെന്നാണ് സഹപ്രവർത്തകർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ ഉത്തരം പറഞ്ഞില്ല. പിന്നീട് അവൾ കുറച്ചു സമയം റെസ്റ്റ് റൂമിൽ വിശ്രമിച്ചു. വീണ്ടും ജോലി തുടർന്നു. രാത്രി മുഴുവൻ ദുഃഖിതയായാണ് കാണപ്പെട്ടത് എന്ന് സഹപ്രവർത്തകർ പറയുന്നു. പലവട്ടം മേഘയോട് എന്തുകൊണ്ട് വിഷമിച്ചിരിക്കുന്നു എന്ന് സഹപ്രവർത്തകർ ചോദിച്ചിട്ടും അവൾ ഉത്തരം പറഞ്ഞില്ല. രാവിലെ 7 മണിക്ക് പതിവ് പോലെ ജോലി കഴിഞ്ഞു. പിന്നീട് അവൾ അമ്മയെ വിളിച്ചു. ഭക്ഷണം കഴിക്കാൻ പോകുന്നുവെന്ന് അമ്മയോട് പറഞ്ഞു. വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നതിന് മുൻപുള്ള പതിവ് സംസാരം. ആ സംസാരം വെറും 62 സെക്കൻഡ് മാത്രമാണ് നീണ്ടുനിന്നത്. എന്നാൽ അതിനുശേഷം ചാക്കയിലെ റെയിൽവേ ട്രാക്ക് ലക്ഷ്യമിട്ട് അവൾ നടന്നു തുടങ്ങി. ഇതിനിടയിൽ 4 വട്ടമാണ് സുഗാന്തും മേഘയും തമ്മിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ചത്. ഓരോ കോളുകളും വെറും 25 സെക്കൻഡിൽ താഴെ മാത്രം നീണ്ടുനിന്നു. അവസാനത്തെ കോൾ 8 സെക്കൻഡ്.
ഇവിടെ പോലീസിനെ കുഴയ്ക്കുന്ന ചോദ്യം വ്യക്തമാണ്. ആരാണ് ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരുന്നത്? മേഘയാണോ അതോ സുഗാന്താണോ? അവസാനത്തെ ഫോൺ വിളിയിൽ അവൾ സംസാരിച്ചതെന്ത് എന്ന ചോദ്യമാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത്. മേഘയുടെ മരണകാരണം ഒളിച്ചിരിക്കുന്നത് ഈ 4 ഫോൺ കോളുകളിൽ. സുഗാന്തുമായുള്ള അവളുടെ ഫോൺ സംഭാഷണങ്ങളിൽ എന്തായിരുന്നു പ്രതിപാദ്യ വിഷയം? അവസാന ഫോൺ കോൾ എന്തുകൊണ്ടവൾ 8 സെക്കൻഡിൽ കട്ട് ചെയ്തു? മരണവാർത്തയറിഞ്ഞ് സുഗാന്ത് ആത്മഹത്യാ പ്രവണത കാട്ടിയെന്നാണ് സുഗാന്തിൻ്റെ അമ്മ പോലീസിനോട് പറഞ്ഞത്. 24-ാം തീയതി തന്നെ സുഗാന്തിനെ അവൻ്റെ വീട്ടിലെത്തിച്ചു. മരിക്കുന്നതിന് മുൻപ് മകൾ ഫോൺ വിളിച്ചിരുന്നതായി മേഘയുടെ അമ്മയും പോലീസിന് മൊഴി നൽകി. എന്നാൽ അമ്മയോടും അവൾ അസ്വാഭാവികമായി ഒന്നും പറഞ്ഞില്ല. തിങ്കളാഴ്ച രാവിലെയുണ്ടായ ഫോൺ വിളികളാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് കരുതുന്നു. പിതാവ് മധുസൂദനൻ ഉറപ്പിച്ചു പറയുന്നു, മേഘയെ സുഗാന്ത് സാമ്പത്തികമായി മാത്രമല്ല ലൈംഗികമായും ചൂഷണം ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾ ആകെ തകർന്നുപോയി. സുഗാന്തിനെ വിവാഹം കഴിക്കുമെന്നും തൻ്റെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്നും മേഘ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹാലോചനയ്ക്കായി വീടിൻ്റെ പെയിന്റിംഗ് അടക്കമുള്ള ജോലികൾ പൂർത്തിയാക്കി എന്ന് മധുസൂദനൻ പറയുന്നു. എല്ലാം നിശ്ചയിച്ചുറപ്പിച്ച് മേഘയുടെ വീട്ടുകാർ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് യുവാവിൻ്റെ അപ്രതീക്ഷിത പിന്മാറ്റം. പരിശീലന കാലഘട്ടത്തിൽ മേഘയുമായുള്ള പരിചയം, പിന്നീട് പരിചയം സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കുമൊക്കെ കടക്കുന്നു. ഈ സൗഹൃദത്തിൻ്റെ തണലിൽ അയാൾ എന്തിന് ഇത്രയധികം രൂപ മേഘയിൽ നിന്ന് തട്ടിയെടുത്തു? അതിലപ്പുറം മേഘയെ എന്തുകൊണ്ട് അയാൾ നിരന്തരം ലൈംഗിക ചൂഷണം ചെയ്തു? വിവാഹമായിരുന്നില്ല അയാളുടെ ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ട് മേഘയെ ഇത്തരത്തിൽ സാമ്പത്തിക ചൂഷണത്തിനും ലൈംഗിക ചൂഷണത്തിനും അയാൾ വിധേയനാക്കി? അയാളുടെ കുടുംബ പശ്ചാത്തലം തിരക്കിയ പോലീസിനെയും അത് അത്ഭുതപ്പെടുത്തി കളഞ്ഞു. സുഗാന്തിനെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ കുഴപ്പമുള്ള കുടുംബമല്ല. വീട്ടിലൊക്കെ അത്യാവശ്യത്തിന് പണമുണ്ട്. പിന്നെന്തിനാണ് ഇത്രയധികം രൂപ മേഘയിൽ നിന്ന് അയാൾ തട്ടിയെടുത്തത്? അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് ഇതിന് പിന്നിലുണ്ടോ എന്ന് പോലീസ് ശക്തമായി സംശയിക്കുന്നു. ജന്മദിനത്തിന് ഒരു കേക്ക് പോലും വാങ്ങാൻ മേഘയുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല എന്ന് സഹപ്രവർത്തകർ പറയുന്നു. മേഘയ്ക്ക് വേണ്ടതൊക്കെ തങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്നുവെന്നാണ് മേഘയുടെ മാതാപിതാക്കൾ പറയുന്നത്. മരിക്കുമ്പോൾ അവളുടെ അക്കൗണ്ടിലാകെ ബാക്കിയുണ്ടായിരുന്നത് 861 രൂപ. പലപ്പോഴും ഭക്ഷണത്തിന് മേഘ പണത്തിനായി ബുദ്ധിമുട്ടിയിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. എന്നാൽ കുടുംബത്തിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എന്ന് സഹപ്രവർത്തകർ കണക്കുകൂട്ടി. കുടുംബത്തിലേക്ക് നയാ പൈസ മേഘ അയച്ചു കൊടുത്തിരുന്നില്ല. പണമത്രയും ഊറ്റിയെടുത്തത് സുഗാന്ത് എന്ന ഈ യുവാവ് തന്നെ. പലവട്ടം സുഗാന്തിനോട് വിവാഹകാര്യം സംസാരിച്ച മേഘയോട് വളരെ നിഷേധമായ മറുപടിയാണ് സുഗാന്ത് പറഞ്ഞത്. ഓരോ തവണ സംസാരിക്കുമ്പോഴും വിവാഹകാര്യത്തിൽ നിന്ന് സുഗാന്ത് ഒഴിഞ്ഞുമാറി. ഇക്കാര്യം നാട്ടിലെ വീട്ടുകാരിൽ ചിലരോട് മേഘ പിന്നീട് സൂചിപ്പിച്ചിരുന്നു. ആഗ്രഹിക്കുന്ന ജോലി, മേഘയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി, എന്നിട്ടും അവൾക്ക് തൻ്റെ ജീവിതം സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നിടത്താണ് ചതിക്കുഴികളുടെ ഇത്തരം അപകടങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. IB ഉദ്യോഗസ്ഥനായ സുഗാന്തിനെ പോലെ ഒരു യുവാവ് ഇത്തരം ബ്ലാക്ക് മെയിലിങ്ങുകൾക്കും ചൂഷണങ്ങൾക്കും മുതിരുമോ എന്ന സംശയവും നമുക്ക് ശക്തമാകും. ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നീ സംഭവം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സുഗാന്തിനെ പോലെയുള്ള ഒരു IB ഉദ്യോഗസ്ഥൻ, അവൻ്റെ വീട്ടിലും അത്യാവശ്യത്തിന് പണമുണ്ട്. പിന്നെന്തിന് മേഘയെ ഇത്രയധികം അവൻ ചൂഷണം ചെയ്തു? ജീവിക്കാൻ പോലും പണമില്ലാതെ ഒരു IB ഉദ്യോഗസ്ഥ കുഴയുമ്പോഴും അവൻ പണം അവളുടെ പക്കൽ നിന്ന് ഊറ്റിയെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് പിന്നിൽ കടുത്ത എന്തെങ്കിലും ബ്ലാക്ക് മെയിലിങ്ങുകൾ നടന്നിട്ടുണ്ടോ എന്നതുകൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ആരെയും വിശ്വസിക്കരുത് എന്നതിൻ്റെ ഒന്നൊന്നര അടയാളമാണ് മേഘയുടെ ആത്മഹത്യ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.